കുമാർ എന്നോടൊപ്പം ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ. ഹലോ, ചോദിച്ചാട്ടെ, പറഞ്ഞാട്ടെ. യെസ്, ഈ വീഡിയോ അജയ് കുമാറിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ശ്രീ മനു, ഞാൻ ഒരു ഡയലോഗ് പറയാം. അത് മനുവിന് ഓർമ്മയുണ്ടോ എന്നൊന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ആർട്ട്. യെസ്, മൈ ഡോട്ടർ ഈസ് ആൻ ആർട്ടിസ്റ്റ്. കേട്ടിട്ടുണ്ടോ ഈ ഡയലോഗ് എവിടെയെങ്കിലും? ഇല്ല. എൻ പിള്ള സാറിന്റെ കാപാലിക എന്ന നാടകത്തിലെ ഒരു ഡയലോഗ് അത്. ശരി, അറിയോ? അത് സമൂഹത്തിലെ കാപട്യം തുറന്നു കാട്ടിയതാണ് അദ്ദേഹം. അന്ന് അത് പച്ചയ്ക്ക് അദ്ദേഹം അത് സ്റ്റേജിൽ പറഞ്ഞു. ഇന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു മുഖം മൂടി ഇട്ടുകൊണ്ടത് പറയുന്നു. മനസ്സിലായില്ലേ? എനിക്ക് ഈ വിഷയത്തെ പറ്റി അത്രയേ പറയാനുള്ളൂ. നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ പൊതുസമൂഹത്തിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു വെക്കാം. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ജനയുഗം വീക്കലിക്കകത്തില് വന്നിരുന്ന ഒരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ കൊളാബാവാല എഴുതിയത് ചുവന്ന തെരുവുകൾ. അതിനകത്തിൽ കേരളവും ഇന്ത്യയിലെ പല സംസ്ഥാനത്തുള്ള ചുവന്ന തെരുവുകളും ലോകത്തുള്ള പലയിടത്ത് ഉള്ളതെല്ലാം പുള്ളി നേരിട്ട് നടന്ന് ബോധ്യപ്പെട്ടിട്ട് എഴുതിയിരിക്കുന്നു എന്നാണ് അന്ന് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കൊണ്ട് അത് അംഗീകരിക്കാനുള്ള കാപട്യമാണ് ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ പറയുന്നത്. ഇനി ഇത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് സ്വയം ചെയ്യുന്നവർ സമൂഹവും വിലയിരുത്തട്ടെ. എത്ര എനിക്ക് ഇതിനെ പറയാം. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം ശ്രീമതി രമ കോഴിക്കോട് നിന്നാണ് ചേരുന്നത്. ശ്രീമതി രമ, കോഴിക്കോട് ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്? സർ, ഞാൻ കോഴിക്കോട് നിന്നാണ് സർ വിളിക്കുന്നത്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് ചേളന്നൂർ. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മുടെ മലയാളികളുടെ സദാചാര ബോധത്തെ ഇത്തരം പ്രസ്താവനകൾ വെല്ലുവിളിക്കുന്നുണ്ടോ ശ്രീമതി രമ? തീർച്ചയായിട്ടും വെല്ലുവിളിക്കുന്നുണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, പ്രണയമില്ലാതെ സ്ത്രീക്കൊരു ലൈംഗികത ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ ഉണ്ടാവുന്നത് നല്ലത് തന്നെ. പക്ഷെ കൃത്യമായ മെഡിക്കൽ എക്സാമിനേഷൻസ് ആവശ്യമാണ്. അല്ല, പക്ഷേ ഇത് വൻനഗരങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. പക്ഷെ കേരളത്തിൽ ഇതുപോലെ ആളുകൾ ഉണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതായിരുന്നോ? അതോ ഇത് ഇപ്പൊ പുറത്തു വന്നേ ഉള്ളൂ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ? അങ്ങനെയൊന്നുമല്ല സർ. ഈ ലോകത്തിന്റെ ചോട്ടിലുള്ള എന്തും കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സാറ് മനസ്സിലാക്കൂ. അപ്പൊ നമ്മൾ കാണുന്ന ഒരു ആവരണം നിറഞ്ഞൊരു സമൂഹമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. തിരിച്ചറിയുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുക അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്നത്, അല്ലേ? പല കാര്യങ്ങളും. എനിക്ക് യാതൊരു അത്ഭുതവും ഇല്ല സർ, ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇത് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് സ്ത്രീകൾ മാറുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കാം? അവർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു? പരിഗണിക്കപ്പെടാത്ത ഒരു ദാമ്പത്യ ജീവിതം തന്നെ ആയിരിക്കുമല്ലോ സർ അതിന്റെ മൂല കാരണം. അപ്പൊ സ്വാഭാവികമായും ഇതിൽ പക്ഷെ സമ്പന്നരും സാധാരണക്കാരും എല്ലാവരും ഉണ്ടെന്നാ പറയുന്നത്. അതെനിക്ക് അറിയില്ല, ചിലപ്പോ ഉണ്ടായിരിക്കും. സാധാരണക്കാർക്കും സമ്പന്നർക്കും ഒക്കെ വൈകാരികത എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഓക്കെ, യെസ്, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം ചന്ദ്രൻ നായർ കൂടി ചേരുകയാണ്. ശ്രീ ചന്ദ്രൻ നായർ. മണി സാർ, പുരുഷ ലൈംഗിക തൊഴിലാളി അങ്ങനെ ഒരു തൊഴിലാളി നമുക്ക് വേണ്ട സാർ. നമുക്കൊരു സാംസ്കാരിക രീതി നിലവിലുണ്ട്, അത് നിലനിന്ന് പോകണം എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ചുരുക്കി പറയുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം ഷാജി കൂടി ചേരുകയാണ്, കൂറ്റനാട്. ഷാജി. ഹലോ. ഷാജി കുറ്റനാട് നിന്നാണോ കുട്ടനാട് നിന്നാണോ? കുട്ടനാട്. ഷാജി, ഈ വീഡിയോ കണ്ടപ്പോൾ ഷാജിക്ക് എന്താണ് മനസ്സിലായത്? ഞാൻ വീഡിയോ കണ്ടിരുന്നില്ല. ഇപ്പോഴത്തെ ടോപ്പിക്കിന്റെ അർത്ഥം കേട്ടപ്പോഴാണ് ഇത് വിളിക്കാനൊരു കാരണം ഉണ്ടായത്. അത് ഇതിപ്പം നിലവിൽ നമ്മുടെ നാട്ടിൻപുറത്തും ടൗൺ ഏരിയയിലൊക്കെ മിക്ക സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന. അതെ, ഇതൊരു പുതുമയായിട്ട് നമുക്ക് കണ്ടെടുക്കേണ്ട കാര്യം. ഉപഭോക്താക്കളായി സ്ത്രീകൾ എത്തുന്നു, പുരുഷ തൊഴിലാളികൾ സർവ്വസാധാരണമാണെന്നാണ് ഷാജി പറയുന്നത്, അല്ലേ? പിന്നെ നമ്മുടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ തിരുനക്കര മൈതാനം, ടൗണ്, അങ്ങനെ എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഇതൊക്കെ ഉണ്ട്. ഇതൊരു ദാമ്പത്യ നേട്ടത്തിനായി പലരും ഉപകരിക്കുന്നുണ്ടിരിക്കുക. ഏതായാലും എന്നെ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കേട്ടോ. ഞാനൊരു മാധ്യമപ്രവർത്തനമായിട്ട് ഇത് ഇത്ര വ്യാപകമാണ് കേരളത്തിലെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഈ ഏരിയ സ്ഥലമൊക്കെ. അതെ. ശ്രീ ഡേവിഡ് വിജയ് കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ഡേവിഡ് വിജയ്. ഹലോ.
എന്ന് ടോപ്പിക്കിന് വല്ല ദാരിദ്ര്യം ഉണ്ടോ? ഇത്ര ഇസ്രായേലിലെ പ്രധാനമന്ത്രി പോയിരിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഞാനത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നലെയല്ലേ പോയത്? നമ്മൾ അതെല്ലാം വാർത്ത കൊടുത്തില്ലേ, ചർച്ച ചെയ്തില്ലേ, കേരളം മുഴുവൻ കാര്യങ്ങളുണ്ട്. ഈ ഒരു സംഭവം ഇതിൽ ഡിസ്കസ് ചെയ്യാൻ തക്കവണ്ണം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് മാത്രമല്ല, ഇതിന്റെ പല അപകടകരമായ വസ്തുതകളും ഉണ്ട്. അല്ല, അപകടകരമായതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലല്ല, അപകടകരമായ വസ്തുവാണ്. നിങ്ങൾ വേണ്ടാതെ പബ്ലിസിറ്റി കൊടുത്താൽ ചില ഇപ്പൊ എനിക്ക് പറ്റില്ല, എനിക്ക് പ്രായമായി, വേറെ വല്ലവരും ഇങ്ങനെ ഒരു സ്കോപ്പുള്ള പ്രൊഫഷൻ ആണെന്ന് വിചാരിച്ച് ഇതിന്റെ അകത്ത് ചെന്ന് കയറിയിട്ട് ഒന്നാമത് പെൺകുട്ടികളെ വല്ല അവർ ഹണി ട്രാപ്പിലൊക്കെ പെടുത്തി എത്ര പേരാ പ്രശ്നങ്ങളിൽ പെടുന്നത്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മിണ്ടാതിരിക്കണം. ഇത് അറിഞ്ഞാലും കേട്ടില്ല കണ്ടില്ല എന്നടിച്ചു പോകണം. വലിയൊരു പബ്ലിസിറ്റി കൊടുക്കണ്ട. കാരണം ഇതിപ്പം കാണുമ്പോ വേറൊരുത്തന് തോന്നടാ, ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഏരിയ മാനേജറായിട്ട് സെയിൽസ് ഫീൽഡ് ഉണ്ടായിരുന്ന. അപ്പൊ അങ്ങേക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. എന്തായാലും അപ്പൊ അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ മറ്റേ ഇത് ചർച്ച ചെയ്യണം, ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് കരുതുന്ന ആളുകളിലേക്ക് ഞാൻ പോകണം. ആൻസി എന്നോടൊപ്പം ചേരുന്ന അടിമാലിയിൽ നിന്നാണ്. ശ്രീമതി ആൻസി. ഹലോ. ഹലോ സാർ. ഇത് കേൾക്കാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ശ്രീ ആൻസി. ഇത് സാധാരണഗതിയിൽ നമ്മൾ വരച്ചു വയ്ക്കുന്ന ഒരു സ്ത്രീത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആളുകൾ ഇങ്ങനെ പുരുഷ ലൈംഗിക തൊഴിലാളികളെ അന്വേഷിച്ച് സ്ത്രീകൾ പോകുന്നു, ഇൻസ്റ്റാഗ്രാം നോക്കുന്നു, വിളിക്കുന്നു, 10,000 രൂപയും 50,000 രൂപ വരെയൊക്കെ പുരുഷന്മാർക്ക് കൊടുത്ത് അവരോടൊപ്പം രാത്രി ചെലവഴിക്കാൻ ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സിനിമാ കഥകളിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ അതിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത അത്ര അതിശയോക്തി കലർന്ന യാഥാർത്ഥ്യമാണോ, അതോ ഇത് ഒരാളുടെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ? സാറേ, ഇത് നമ്മൾക്ക് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൈകൃതത്തിലേക്ക് പോവാണ്. നാട്ടിൽ ഒരു 1/3 ഭാഗം തലമുറകൾ. ഞാനൊരു വീട്ടമ്മയാണ്, പ്രായപൂർത്തിയായ മകനുണ്ട്, അധ്യാപനൊക്കെയാണ്. പക്ഷെ ഞാൻ നല്ലൊരു സാൻമാർഗിക ബോധം അവർക്ക് കൊടുക്കാറുണ്ട്. അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ തലമുറകളെ വാർത്തെടുക്കുന്നതാണ് ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ. ഒരാൾ മീഡിയയിൽ ജോലി ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഈ തലമുറകൾ എങ്ങോട്ടായി പോകുന്നത്? കാരണവന്മാരത് പിടിക്കണം. കാരണം ഇതൊക്കെ ഒരു കഞ്ചാവും കള്ളും പോലത്തെ വൈകൃതത്തിൽപ്പെട്ടതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും മേല. നമ്മുടെ ഇതൊക്കെ ദൈവം വെച്ചിരിക്കുന്ന ഒരു കുടുംബം, വീട്, അപ്പനമ്മ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചില ഫ്രോഡുകളുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വൈകൃതത്തിൽപ്പെട്ടതാണ്. മറ്റു പലവിധമായ ദുർഘട അവസ്ഥകളിലൂടെ നമ്മുടെ ലോകം പോകുന്നുണ്ട്. പിന്നെ അനുകരണം പാടില്ല. നമ്മളെല്ലാവരും ഈ ആദിമ കാലഘട്ടത്തിൽ ജനിച്ചു വീഴുന്ന ഒരു 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പനമ്മ സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. നമ്മുടെ അമ്മമാര്, നമ്മുടെ ഗുരുക്കന്മാര്, നമ്മുടെ അധ്യാപകര് ഒക്കെ നമുക്ക് പൈതൃകമായി കടന്നു പോന്നിരിക്കുന്ന പുസ്തകങ്ങള്, പണ്ഡിതന്മാരെഴുതിയത് അല്ലെ വേദപുസ്തകങ്ങൾ വഴി കിട്ടിയിരിക്കുന്നതിൽ നിന്നും മറ്റൊരാൾ എന്തെങ്കിലും വൈകൃതങ്ങൾ കാണിക്കുമ്പോൾ അത് അനുകരിച്ചു പോകുന്ന ഒരു തലമുറയുടെ ഒരു കുത്തൊഴുക്കാണിപ്പം. അത് വളരെയേറെ നമ്മുടെ ചാനലുകാരും അതുപോലെ തന്നെ മറ്റുള്ളവരും പൊതുസമൂഹവും നമ്മുടെ നല്ലൊരു കുടുംബത്തുള്ളവരെ ആരും ഇതിനെ ഇങ്ങനെയുള്ളതിനെ അനുകരിക്കില്ല. അതുപോലെ എനിക്ക് ഒരു കൂട്ടം കൂടെ പറയാനുണ്ട്. അതെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ പെട്ടതല്ല, എങ്കിലും ക്ഷമിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.